ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ 92ാമത്തെ പേജിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൽ 4ാമത്തെ ചോദ്യം മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195. വാട്ട് ആർ ദ നമ്പേഴ്സ്? ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്ന് വിചാരിക്കാം. ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു എക്സ്. ഓഡ് നമ്പേഴ്സ് ആണ്, അപ്പോൾ 2 വീതമായിരിക്കും കൂടിക്കൂടി. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഈക്വൽ ടു അത് എക്സ് പ്ലസ് 2 ആയിരിക്കും. 2 വീതം കൂടിപ്പോകുന്നു. ഇനി ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195 ആണ്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ്, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 195 ആണ്. അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇങ്ങനെ ഗുണിച്ചാൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 195 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, വർഗം പൂർത്തിയാക്കൽ രീതി ഉപയോഗിക്കാം. അപ്പോൾ അതിന് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് 2ab ഈ ഫോം ഉണ്ട്, പക്ഷേ അവിടെ ബി സ്ക്വയർ ഇല്ല. അപ്പോൾ ഈ 2abയിലെ ബി, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2ന്റെ പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ അതായിരിക്കും ബി. അപ്പോൾ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഈ 2ന്റെ പകുതി 1 സ്ക്വയർ ഈക്വൽ ടു 195 പ്ലസ് ഇവിടെ എന്ത് അഡീഷണൽ ആയിട്ട് ചേർത്തോ അത് തന്നെ ഈ സൈഡിലും ചേർക്കുക, ഇക്വേഷനിൽ മാറ്റം വരാതിരിക്കാൻ. അപ്പോൾ 1ന്റെ സ്ക്വയർ 1 അതിവിടെ ചേർത്തു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ളത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് ഈക്വൽ ടു അത് 196 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 196 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 14 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 14 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 14 മൈനസ് 1, ഇവ പ്ലസ് 1നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് 13 എന്ന് കിട്ടും. അപ്പോൾ ഒരു നമ്പർ 13 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 13 പ്ലസ് 2 ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ആർ 13 ആൻഡ് 15 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സും കിട്ടി. ഇനി ഇതിൻ്റെ മൈനസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 14 എന്ന് കിട്ടും. അങ്ങനെ എക്സ് ഈക്വൽ ടു മൈനസ് 14 മൈനസ് 1 എടുത്താൽ മൈനസ് 15 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 2 കൂട്ടി അവിടെ നമുക്ക് മൈനസ് 13 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ മൈനസ് വാല്യൂ എടുത്തിട്ടില്ല, പോസിറ്റീവ് വാല്യൂ മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് 13 15 നമുക്ക് ആൻസർ കിട്ടി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9 എക്സെട്ര മസ്റ്റ് ബി ആഡ് ടു ഗെറ്റ് 140 ആസ് ദ സം? 5, 7, 9 എന്ന് തുടങ്ങുന്ന അരിത്തമെറ്റിക് സീക്വൻസ്, അതിലെ എത്ര ടേമുകൾ കൂട്ടിയാലാണ് നമുക്ക് 140 സം ആയിട്ട് കിട്ടുക? ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഈക്വൽ ടു അത് 5, 7, 9 ആണ്. 5, 7, 9 എക്സെട്ര. അപ്പോൾ അത് നമുക്കറിയാവുന്നത് ഫസ്റ്റ് ടേം എഫ് ഈസ് ഈക്വൽ ടു 5 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 5, 7, 9 ആണ്. അപ്പോൾ 2 ആണ്. ഇനി ഇതിൻ്റെ nth ടേം എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഈക്വൽ ടു ഡി ഇവിടെ 2 ആണ്, 2n പ്ലസ് എഫ് മൈനസ് ഡി, എഫ് 5 ആണ്, 5 മൈനസ് ഡി അത് 2 ആണ്. അപ്പോൾ ഈക്വൽ ടു 2n പ്ലസ് 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ nth ടേം 2n പ്ലസ് 3 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം, അതായത് x1 അല്ലെങ്കിൽ എഫ് പ്ലസ് ലാസ്റ്റ് ടൈം xn. അപ്പോൾ അത് ഇക്വേഷനിൽ കൊടുത്താൽ ഇവിടെ n/2 ഇൻറ്റു നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം എഫ് ഈസ് ഈക്വൽ ടു അവിടെ 5 ആണ്. 5 പ്ലസ് nth ടൈം ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2n പ്ലസ് 3 ആണ്. 2n പ്ലസ് 3 ഈക്വൽ ടു n/2 ഇൻറ്റു 5, 3, 8. അപ്പോൾ 2n പ്ലസ് 8 എന്ന് നമുക്ക് കിട്ടും. ഈക്വൽ ടു ഇതിൽ 2n ഉണ്ട്, ഇതിൽ 8 ഉണ്ട്. രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് 2നെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു n പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ഈ 2നെയും ഈ 2നെയും കട്ട് ചെയ്യാം. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 4 ആണ് കിട്ടിയത്. നമുക്ക് ഇക്വേഷൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ആക്കി മാറ്റിയാൽ അത് n സ്ക്വയർ പ്ലസ് 4n എന്ന് കിട്ടും. അത് ഈക്വൽ ടു നമുക്ക് സം ഇവിടെ തന്നിട്ടുണ്ട് 140 ആണ് സം, അത് 140. n സ്ക്വയർ പ്ലസ് 4n ഈസ് ഈക്വൽ ടു 140 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ്
2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്ക് ഇതിനെ മാറ്റുവാണെങ്കിൽ ഇവിടുത്തെ 2ab എന്ന് പറയുന്ന ടേം ഇവിടെ 4 ആണ്. അപ്പോൾ 4ൻ്റെ പകുതി 2. 2ൻ്റെ സ്ക്വയർ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൂട്ടിയാൽ n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു 140 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 നമ്മൾ കൂട്ടും ഈക്വൽ ടു 4 പ്ലസ് 4. അപ്പോൾ n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144 ആണ്. അപ്പോൾ n പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 144 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 12 ആണ്. ഇത് നമ്പർ ഓഫ് ടൈംസ് ആണ്, അപ്പോൾ മൈനസ് നമുക്ക് പരിഗണിക്കാം. n പ്ലസ് 2 ഈക്വൽ ടു 12 എന്നെടുത്തു. അപ്പോൾ ദെയർഫോർ n ഈസ് ഈക്വൽ ടു 12 മൈനസ് 2 ഈക്വൽ ടു 10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ അവിടെ സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് ഈസ് 140. ഇതാണ് നമ്മുടെ ആൻസർ. അതാണ് 140.